ഏകദൈവം യേശുദേവനാണെന്ന് നന്ദഗോവിന്ദം ഭജൻസ് പാടിയല്ലോ സർ. എന്താ സർ ചിരിക്കുന്നത്? അല്ല, ഞാനിപ്പോൾ ചിരിക്കുന്നതേ നമ്മുടെ പ്രജിത മുതൽ ബഹുമാന്യായ ശശികല ടീച്ചർ വരെയുള്ള ആളുകളുടെ പ്രതികരണങ്ങളും നിലവിളിയൊക്കെ കണ്ടിട്ടാണ്. ഞാൻ ചോദിക്കട്ടെ പ്രജിത, എന്തെങ്കിലും നന്ദഗോവിന്ദ ഭജൻസ് അവർ സംഘികളാണെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അവർ ഹിന്ദുമത വിശ്വാസികളാണെന്നെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടില്ല. ആണെന്നും പറഞ്ഞിട്ടില്ല, അല്ലെന്നും പറഞ്ഞിട്ടില്ല. അവർ ചന്ദനക്കുറി തൊടുന്നുണ്ട്, കയ്യിലൊക്കെ ചരടൊക്കെ ഉണ്ട്, ക്ഷേത്രത്തിൽ വന്ന് പാടുന്നു, എല്ലാം ഹിന്ദു നാമധാരികളാണ്. പക്ഷെ നമ്മൾ സംഘികൾ എന്ന് പറയുന്ന ആളുകൾ ഇവരെ ഏറ്റെടുത്തിട്ട് ഇവരുടെ പരിപാടികൾക്ക് ആയിരക്കണക്കിന് ആളുകൾ വന്ന് കാത്തുനിന്ന് ഇവരെ വലിയ താരപരിവേഷത്തോടെ ഇവരുടെ പരിപാടികൾ കണ്ടു. നന്നായിരുന്നു. ഒരു വലിയ ഹിന്ദു വേടനെ പോലെയുള്ള ആളുകളുടെ പാട്ട് നമ്മുടെ തലമുറയെ വഴിതെറ്റിക്കുന്ന കാലത്ത് ലോകത്തെമ്പാടും ഇന്ത്യയിലും വിശിഷ്യ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു ഭജൻ ട്രെൻഡിൻ്റെ ഭാഗമായി കേരളത്തിൽ നന്ദഗോവിന്ദം ഭജൻസ് വന്നപ്പോൾ നമ്മളൊക്കെ സ്വീകരിച്ചു. നമ്മളത് സ്വീകരിക്കുന്നത് കണ്ടപ്പോൾ ഇവിടുത്തെ കമ്മി സുഡാപ്പി കൂട്ടമൊക്കെ ഇത് സംഘപരിവാർ അജണ്ടയുടെ ഭാഗമാണെന്ന് ചാനൽ ചർച്ച വരെ നടത്തി. ഓർക്കുന്നില്ലേ? നന്ദഗോവിന്ദം ഭജൻസ് അപകടമാണ്, ഭജനയിലൂടെ ഹിന്ദുത്വം വളർത്തുകയാണെന്നുള്ളത്. അപ്പോൾ ഇവർ ചിരിച്ചിട്ടുണ്ട്. നവീന സംഘവും ഉള്ളി അവർ ചിരിച്ചു കാണും. അവർ ഉറപ്പായും ചിരിച്ചിട്ടുണ്ട്. കാരണം ഇപ്പോൾ നിങ്ങൾക്ക് അറിയുന്നത് അതുകൊണ്ടാണ്. അവരൊരിക്കലും പറഞ്ഞിട്ടില്ല നിങ്ങളവരെ ഏറ്റെടുത്തു. അവർ പറഞ്ഞില്ല നിങ്ങളുടെ ആണെന്ന്. അവരെവിടെയെങ്കിലും ഒരിക്കലെങ്കിലും ഞാൻ തിരുവനന്തപുരത്ത് ഹിന്ദു രാഷ്ട്ര പരിഷത്തിൻ്റെ പരിപാടി പങ്കെടുത്തു, മുരുക സംഗമത്ത്. നന്ദഗോവിന്ദം ഭജൻസിൻ്റെ പ്രോഗ്രാം ഉണ്ടായിരുന്നു. അവരവിടെ പരമപവിത്രം പാടിയില്ലല്ലോ. എവിടെയെങ്കിലും എതിരെ അവർ പാടിയിട്ടുണ്ടോ? മാനസജപലഹരിയിൽ പ്രശാന്ത് വർമ്മ ഉൾപ്പെടെയുള്ള കേരളത്തിലെ മറ്റ് ഭജൻ ട്രൂപ്പുകളൊക്കെ പാടാറുണ്ട്. അവർ ഈ കുറേ ഭജനകൾ പാടും, കുറേ സിനിമാ പാട്ടുകൾ പാടും. ആർ എന്നുള്ള സിനിമയുണ്ടല്ലോ, അതിനകത്ത് രാമം രാഘവം ഇതുവരെ ഭജന പാട്ടായിട്ട് പാടുന്നുണ്ട്. ആധുനിക സംഗീത ഉപകരണങ്ങളുടെയും സൗണ്ട് സിസ്റ്റത്തിൻ്റെയും ഒക്കെ സഹായത്തോടെ അതിമനോഹരമായി പാടുന്ന, നല്ല കാണാൻ ചേലുള്ള ഹാൻഡ്സമായിട്ടുള്ള ബോയ്സ് അവർ അവതരിപ്പിക്കുന്ന പ്രോഗ്രാം. അവരെപ്പോഴെങ്കിലും നിങ്ങളുടെ രാഷ്ട്രീയം, നിങ്ങളുടെ ഹിന്ദുത്വം അതിൻ്റെ ഭാഗമാണ് എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. നിങ്ങളത് ഏറ്റെടുത്തു. അതിപ്പോൾ അവരെന്തിനാണ് പഠിക്കുന്നത്? ആ ഏറ്റെടുക്കൽ സ്വാഭാവികമായിരുന്നില്ലേ സർ? ഏറ്റെടുക്കുമ്പോൾ ആലോചിക്കണം. നോക്കൂ, നമ്മുടെ ചാനൽ നടത്തും. നമ്മുടെ ചാനലിൽ ആഴ്ചയിൽ ഒരു തവണയെങ്കിലും നമ്മൾ പറയാറുണ്ട് ഞങ്ങൾ ഹിന്ദു പക്ഷമാണെന്ന്. കേരളത്തിൽ അങ്ങനെ പറയുന്ന ഏക ചാനൽ നമ്മുടെയാണ്. നമ്മൾ ഹിന്ദു പക്ഷമാണ്. ഹിന്ദുക്കളുടെ ശബ്ദം ഉയർത്തിപ്പിടിക്കാൻ നമ്മൾ ബോധപൂർവ്വം ശ്രമിക്കുന്നുണ്ട്. നന്ദഗോവിന്ദ ഭജൻസ് പറഞ്ഞിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ഇല്ല. പിന്നെ അവർ ഒരു നട്ടാശ്ശേരി എന്ന് പറയുന്നത് ഈ നമ്മുടെ പണിക്കരയേട്ടൻ എന്ന് പറയുന്ന ഒരാൾ തുടങ്ങിയതാണ് ഈ നന്ദഗോവിന്ദൻ ഭജൻസ്. നന്ദഗോവിന്ദൻ ഭജൻസിൻ്റെ മാനേജരായ ഉണ്ണിയുടെ അച്ഛൻ, അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ കാഴ്ചക്കുറവ് മറ്റുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രദേശമാണ് നട്ടാശ്ശേരി, കോട്ടയം ജില്ലയിൽ. അവിടെയുള്ള വേമ്പിൻകുളങ്ങര മഹാദേവ ക്ഷേത്രത്തിലാണ് ഇവർ പാട്ട് പാടിയത്, ഭജന പാടിയത്. ഭജന എന്നുള്ള കാര്യത്തിൽ എനിക്ക് തർക്കമുണ്ട്. ഭജന പാടിയത് ഏത് പാട്ടാണെന്നറിയോ? പരദേവനഹോ നമുക്ക് പരിത്രാണത്തിൻ്റെ അധിപൻ എന്ന് പറയുന്ന 68ാമത്തെ സങ്കീർത്തനത്തെ ആധാരമാക്കിയുള്ള പാട്ട്. ഇത് 2001 ദിവ്യഹൃദയം എന്നുള്ള കാസറ്റിലൂടെ യേശുദാസ് പാടി ഇറക്കിയ പാട്ടാണ്. ഇത് മുമ്പ് കാന്ത എന്നൊരു ബാൻഡുണ്ടായിരുന്നു. ഈ ബാൻഡാണ് ഈ പാട്ട് പാടി കേരളത്തിൽ പ്രശസ്തമാക്കിയത്. ഇത് അത് ശാസ്ത്രീയ സംഗീതം, കർണാട്ടിക് സംഗീതത്തിലൂടെ ചിട്ടപ്പെടുത്തിയ പാട്ടാണ്. അതുകൊണ്ട് പലരും ഇത് ഹിന്ദു ഗാനമാണെന്ന് തെറ്റിദ്ധരിക്കാറുണ്ട്. പക്ഷേ ഈ പാട്ട് അവസാനിക്കുന്നത് യേശുവിനു ജയം, യേശുവിനു ജയം, യേശുവിൻ്റെ ജയം എന്ന് പറഞ്ഞിട്ടാണ്. ഇനി മാത്രമല്ല, ഇത് എഴുതിയതാരെന്നറിയോ? 1835 തിരുനെൽവേലിയിൽ ജനിച്ച യൂസ്തുസ് ജോസഫ് എന്ന് പറയുന്ന വിദ്വാൻ കുട്ടി എന്ന് പറയുന്ന ഒരാൾ, വിദ്വാൻ കുട്ടി അച്ഛൻ. അദ്ദേഹം മതം മാറി, ബ്രാഹ്മണനായിരുന്നു, മതം മാറി ക്രിസ്ത്യാനിയായി. നോക്കൂ, മതം മാറി, ഹിന്ദു മതം മാറി ക്രിസ്ത്യാനിയായ എഴുതിയ പാട്ട്. ആൾ എഴുതിയ പാട്ട് തന്നെ ഹിന്ദുക്കളുടെ നെഞ്ചത്തിരുത്ത് പാടണം എന്നാണ് സംഘികൾ പറയുന്നത്. അപ്പോൾ അദ്ദേഹം എഴുതിയ പാട്ട് പാടി. എവിടെ പാടി? ഹിന്ദു ക്ഷേത്രത്തിൽ പാടി. അപ്പോൾ ചിലർ ചോദിക്കുന്നു, ഹിന്ദു ക്ഷേത്രത്തിൽ പാടിക്കൂടെ? പാടാമല്ലോ, എന്താ പ്രശ്നം? ഒരു കുഴപ്പമില്ല. നന്ദഗോവിന്ദം ഭജൻസ് എന്ന് പാടാം, അവർക്ക് പൂർണ്ണമായും അത് പാടാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ അവിടെ ഒരു അഭിപ്രായ വ്യത്യാസം ഇരിക്കുന്നുണ്ട്. എന്തറിയോ? നിങ്ങളത് പാടിക്കോ. ഇപ്പോൾ പള്ളി പരിപാടി, പള്ളി കുർബാന നടക്കുന്നത്, പാട്ടു കുർബാനക്കിടയ്ക്ക് പള്ളിക്കെട്ട് ശബരിമലയ്ക്ക് പാടുമോ? ഇല്ല. പക്ഷെ പള്ളിയിലെ ഗാനമേളയ്ക്ക് ഇപ്പോഴും പാടുന്നുണ്ടാവും. അപ്പോൾ പാട്ടു കുർബാന എന്ന് പറയുന്ന അവരുടെ മതനിഷ്ഠമായ ഒരു ആചാരത്തിൻ്റെ ഭാഗമാണ്. അവിടെ അവരത് പാടില്ല. ചിലപ്പോൾ അവരവിടെ പള്ളിയിലെ പെരുന്നാളിൻ്റെ ഗാനമേളയ്ക്ക് പള്ളിക്കെട്ട് പാടാൻ ചാക്കോ, മൂവാറ്റുപുഴ ഇന്ത്യൻ വോയിസിലെ ചാക്കോയുടെ പാട്ട് വളരെ പ്രശസ്തം. പള്ളിക്കെട്ട് കേരളത്തിൽ മുഴുവൻ പാടി പ്രചരിപ്പിച്ചത് ചാക്കോയാണ്. ആ പാട്ട് പാടും, നമ്മൾ കൈയടിക്കും, ക്രിസ്ത്യാനി കൈയടിക്കും, അവർക്ക് സന്തോഷമാണ്. അത് കലയാണ്. അതായത് ഒരു ഉത്സവത്തിൻ്റെ, ഒരു പെരുന്നാളിൻ്റെ കാർണിവൽ സൈഡാണ്. ഇപ്പോൾ തൃശ്ശൂർ പൂരം നടക്കുകയാണ്.
തൃശ്ശൂർ പൂരത്തിൻ്റെ 2 ഭാഗങ്ങളുണ്ട്. ഒന്ന് കാർണിവൽ സൈഡ്, അതാണ് ഈ പുരുഷാരം കൂടുന്ന പൂരം എന്ന് പറയാം. ആ പൂരത്തിന് പക്ഷേ ആചാരപരമായ ഒരു ഘടന കൂടി. അപ്പോൾ ആചാരവും ഉണ്ട്, കാർണിവലും ഉണ്ട്. അപ്പോൾ അമ്പലത്തിലും ഈ പറയുന്ന പോലെ ഉണ്ട്. ആളുകളൊക്കെ കൂടുന്ന പൊതുപരിപാടികൾ, സ്റ്റേജ് ഷോ എന്ന് പറയുന്ന കാർണിവലാണ്. അവിടെ പാടിക്കോട്ടെ, വേണമെങ്കിൽ ഒരു പാട്ട് പാടിയാൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇവിടെ പാടിയെന്നറിയോ, നന്ദഗോവിന്ദം ഭജൻസാണ്. ഭജന എന്ന് പറയുന്നത് കേരളത്തിൽ അല്ലെങ്കിൽ ഹിന്ദുവിൻ്റെ രീതി അനുസരിച്ച് ഗണപതിക്ക് വെച്ച് തുടങ്ങുന്നതാണ്. ഗണപതിക്ക് വെക്കും, എന്നിട്ട് ചിലർ ഗുരുവന്ദനത്തിൽ തുടങ്ങും, എന്നിട്ട് സരസ്വതി വന്ദനം നടത്തും, എന്നിട്ട് അയ്യപ്പൻ്റെ സ്തുതി ഹരിവരാസനം ഉൾപ്പെടെ പാടി അവസാനിപ്പിക്കും. അങ്ങനെയാണ് ഹരിവരാസനം പാടിയാൽ പിന്നെ ഭജന തീർക്കും. പിന്നെ വേണ്ടി വന്നൊരു മംഗളം കൂടി പാടും. ഇങ്ങനെ കൃത്യമായ നിഷ്ഠകളുണ്ട്. അതായത് അതിനൊരു ആചാര സ്വഭാവമുണ്ട് ഭജനയ്ക്ക്. ആചാര സ്വഭാവമുള്ള ഭജന എന്ന് പറയുന്നത് ക്ഷേത്രത്തിൽ നടത്തുന്നത് ആചാരത്തിൻ്റെ ഭാഗമാണ്, കലാപരിപാടി എന്ന നിലയിലല്ല. ഇതാണ് വ്യത്യാസം. അവിടെ മറ്റൊരു ഹിന്ദു വിശ്വാസപ്രകാരം ഇല്ലാത്ത ഒരു ദേവൻ്റെ സ്തുതി പാടുന്നത് തെറ്റാണ്. പ്രത്യേകിച്ച് യേശുവാണ് ഏകദൈവം എന്ന് കൃഷ്ണനെയും ഗണപതിയെയും രാമനെയും അയ്യപ്പനെയും ഒക്കെ സ്തുതിക്കുന്നതിനിടയ്ക്ക് ക്രിസ്തുവാണ് ഏകദൈവം എന്ന് പറഞ്ഞാൽ അതുവരെ പാടിയതെല്ലാം ക്യാൻസൽ, റദ്ദാക്കപ്പെടുക അല്ലേ? അതുവരെ അവിടെയാണ് സാങ്കേതികമായ പ്രശ്നം. ഇവർ നന്ദഗോവിന്ദം ഭജൻസ്, നന്ദഗോവിന്ദം ഓർക്കസ്ട്ര അല്ലെങ്കിൽ നന്ദഗോവിന്ദം ഗാനമേള എന്ന് പറഞ്ഞാൽ ഈ പ്രശ്നമില്ല. ഇവിടെ ഇതാണ് എനിക്ക് അവരോടുള്ള അഭിപ്രായം. അവർക്കിത് പാടാനുള്ള അവകാശമുണ്ട്. പക്ഷേ ഭജന എന്ന് പറഞ്ഞിട്ട് ചെയ്യരുത്. ഗാനമേള എന്നതിൽ പാടട്ടെ. ഇനിയിപ്പോൾ വേറെ കാര്യമുണ്ട്. ഞാൻ പറയുന്നത് നന്ദഗോവിന്ദം ഭജൻസിലെ ചെറുപ്പക്കാർ അതിമിടുക്കരായ അതിസമർത്ഥരായ ചെറുപ്പക്കാർ, അവർ ഒന്നാം തരം പ്രൊഫഷണൽസാണ്. എനിക്കൊരു തർക്കമില്ല. കാരണം നോക്കൂ, കേരളത്തിലെ ഇപ്പോൾ ഇത് 2 ദിവസമായുള്ളൂ ഈ സംഭവം ഉണ്ടായിട്ടല്ലേ. ആദ്യം ഇത് പോസ്റ്റ് ഇട്ടത് വിദ്യാസാഗർ ഗുരുമൂർത്തിയാണ്. അദ്ദേഹം നന്ദകുന്തിരിക്കം ഭജൻസ് എന്ന് പറഞ്ഞ് പോസ്റ്റ് ഇട്ട്. എനിക്കൊന്നും മനസ്സിലായില്ല. ഇപ്പം ഞാൻ വിളിച്ചു, എന്താണ് നന്ദകുന്തിരിക്കം ഭജൻസ് ഇട്ടിരിക്കുന്നത്? അപ്പോൾ പുള്ളി പറഞ്ഞാൽ അവർ അവിടെ പോയിട്ട് ക്രിസ്തുദേവന് സ്തുതിച്ച് ഭജന പാടി. അപ്പോൾ അവർ പറഞ്ഞത് അതിന് ഞാനപ്പോൾ അവരുടെ വീഡിയോ ഉണ്ട്. അപ്പോൾ അതിൽ നബീൻ അല്ലേ പ്രധാന നബീൻ പറയുന്നു, അതായത് മതസൗഹാർദ്ദത്തിൻ്റെ നാടാണ്, ഞങ്ങളുടെ ഈ പരിപാടി നടക്കാൻ വേണ്ടി ആളുകൾ വന്നപ്പോൾ പാർക്കിങ്ങിന് വേണ്ടി സൗകര്യം തന്നത് പള്ളിയാണ്. അപ്പോൾ ഞാൻ ആലോചിക്കട്ടെ, CPM-ൻ്റെ ഒരു പരിപാടി നടക്കുകയാണ്, നന്ദഗോവിന്ദം ഭജൻസിനെ വിളിക്കുന്നു. അവിടെ വരുന്ന ആളുകളുടെ പാർക്കിങ്ങിന് വേണ്ടിയിട്ട് RSSൻ്റെ ഒരു സ്ഥലം വിട്ടു കൊടുക്കുന്നു. ഉടനെ ഇവർ CPM-ൻ്റെ പരിപാടിയിൽ പരമപവിത്രമതാം പാടുമോ? ഇല്ല. അതെന്താ പാടിയേ? പാർക്കിങ്ങിന് താണ് കാര്യം. അപ്പോൾ ഇതിനകത്ത് നവീൻ്റെ വിശദീകരണത്തിൽ അസ്വാഭാവികമായ കാര്യങ്ങളുണ്ട്. അവർ പറയുകയാണ് ഞങ്ങൾ ഗാനമേളയാണ് നടത്തുന്നത്. ആണല്ലോ, സത്യത്തിൽ ഗാനമേളയിൽ ഏറ്റവും നല്ല ഉപകരണങ്ങൾ വെച്ച് ഏറ്റവും നല്ല ഗായകർ 10-20 പേരിരുന്ന് നിലത്തിരുന്ന് പാടുന്നു, ഗാനമേളയിൽ നിന്നോട്ട് പാടുന്നു. ഇത്രയേ ഉള്ളൂ. ഗാനമേളയാണ്. ഒരുപാട് സിനിമാ പാട്ടുകൾ പാടുന്നുണ്ട്. ഭജനയ്ക്ക് വേണ്ടി ചിട്ടപ്പെടുത്തിയ പരമ്പരാഗത ഗാനങ്ങളെല്ലാം നന്ദഗോവിന്ദം ഉൾപ്പെടെ എല്ലാവരും പാടുന്നത് വേറെ വേറെ പാട്ടുകളാണ്. സിനിമാ പാട്ടൊക്കെ വരുന്നത് തെറ്റില്ലെന്നേ. നമ്മളെ ആസ്വാദക ലഹരിയിൽ ആറാടിപ്പിക്കുക എന്നുള്ള കടമ നന്നായി അവർ ചെയ്യുന്നുണ്ട്. ശശികല ടീച്ചർ ചോദിക്കുന്ന ചോദ്യമുണ്ടേ, മനോരമ ഓൺലൈനിൽ വന്നൊരു വാർത്ത, ക്ഷേത്രത്തിൽ ക്രിസ്തീയ ഭക്തിഗാനം പാടി നന്ദഗോവിന്ദം ഭജൻസിന് അഭിനന്ദന പ്രവാഹം. അങ്ങനെയാണ് പറയുന്നത്. ആ വാചകങ്ങൾക്ക് അത്ര കുഴപ്പമുണ്ടല്ലോ. എന്തിനാണ് അഭിനന്ദന പ്രവാഹം? ക്ഷേത്രത്തിൽ ക്രിസ്തീയ ഭക്തിഗാനം പാടിയത്. അപ്പോൾ അതിനകത്ത് തന്നെയുണ്ട്, ക്ഷേത്രത്തിൽ പാടാൻ പാടില്ലാത്തതാണ് ക്രിസ്തീയ ഭക്തിഗാനം, അതവിടെ പാടിയതിന് കൈയടിക്കടാ അല്ലേ? മനോരമയുടെ പൊളിറ്റിക്സാണ്. അപ്പോൾ ഇതാദ്യമായിട്ടാണോ നന്ദഗോവിന്ദം ഭജൻസിന് അഭിനന്ദന പ്രവാഹം കിട്ടുന്നത്? കേരളത്തിൽ 10,000-കണക്കിന് ആളുകൾ ഇവരെ കാത്തു നിന്നിട്ടില്ലേ? അവർക്ക് അഭിനന്ദനങ്ങൾ ഹിന്ദു സമൂഹം നിർലോഭം നിരന്തരം കൊടുത്തുകൊണ്ടിരുന്നില്ലേ? മനോരമ അത് കണ്ടില്ലല്ലോ. മനോരമ അത് കണ്ടില്ല. ഇപ്പം പെട്ടെന്ന് മനോരമയ്ക്ക് അഭിനന്ദന പ്രവാഹം എന്ന് പറഞ്ഞൊരു പോസ്റ്റ് ഇടാൻ തോന്നിയതിൻ്റെ കാരണം അവർ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്, ക്ഷേത്രത്തിൽ ക്രിസ്തീയ ഭക്തിഗാനം പാടിയതിന് അഭിനന്ദന പ്രവാഹം. അപ്പോൾ ക്ഷേത്രത്തിൽ പുഷ്പനെ അറിയാമോ, ഞങ്ങളുടെ പുഷ്പനെ അറിയാമോ എന്ന് പാടിയതിന് അഭിനന്ദന പ്രവാഹം എന്ന് മനോരമ നാളെ എഴുതും. കാരണം മനോരമയുടെ അജണ്ട കൃത്യമാണ്. മനോരമയ്ക്ക് താല്പര്യമുള്ള ക്രിസ്തീയ വിഭാഗത്തിൻ്റെ ഗാനം ഹിന്ദു ക്ഷേത്രത്തിൽ പാടി, അതിനാണ് ഞങ്ങൾ അഭിനന്ദിക്കുന്നത്. അവർ പാടിയതിനല്ല. എവിടെ പാടിയതിനാണ്? ഹിന്ദു ക്ഷേത്രത്തിൽ പാടിയതാണ് മനോരമയുടെ അഭിനന്ദനം. ഇതാണ് ഇവിടുത്തെ പ്രശ്നം. അപ്പോൾ ഇത് ഉറപ്പായിട്ടും നന്ദഗോവിന്ദം ഭജൻസിന് നവീനും കൂട്ടർക്കും ഇഷ്ടമുള്ള പാട്ട് പാടാം. അത് അവരുടെ സ്വാതന്ത്ര്യമാണ്, അവരുടെ അവകാശമാണ്. സംഘികൾ നിലവിളിക്കുന്നതിൽ ഒരു കാര്യമില്ല. കാരണം അവരൊരിക്കലും പറഞ്ഞിട്ടില്ല ഞങ്ങൾ നിങ്ങളുടെ ഭാഗമാണ്. നിങ്ങൾ ഏറ്റെടുത്ത് തലേ വെച്ചു. അപ്പോൾ അവരെന്തിനാ പഴിക്കുന്നത്? അവരൊരു പ്രൊഫഷണൽ ട്രൂപ്പാണ്. അവർക്ക് വേദികൾ കിട്ടി. ഇപ്പോൾ നോക്കൂ, ഞാൻ അവർ പ്രൊഫഷണലാണെന്ന് പറയാനുള്ള കാരണം എന്നറിയാം, നന്നായി പാടുന്നതുകൊണ്ട് മാത്രമല്ല. സീസൺ കഴിഞ്ഞു, കേരളത്തിലെ ഉത്സവ സീസൺ കഴിഞ്ഞു ഇല്ലേ?
ഇനിയിപ്പോൾ കേരളത്തിലെ ഒട്ടുമിക്ക ക്ഷേത്രങ്ങളിൽ അവർക്ക് പ്രോഗ്രാം കിട്ടി. മിക്കവാറും ഹിന്ദു സംഘടനകളൊക്കെ കൊടുത്തു. ഒരുപാട് പ്രോഗ്രാം മലബാർ മേഖലയിൽ കിട്ടിയിട്ടില്ല എനിക്ക് തോന്നുന്നു. മലബാറിനിപ്പുറത്തേക്ക് തെക്കൻ കേരളത്തിലും സെൻട്രൽ കേരളയിലും ഒരുപാട് പ്രോഗ്രാംസ് കിട്ടി. ഇനിയിപ്പോൾ ഒരു പ്രോഗ്രാമിന് 8 ലക്ഷം രൂപ വരെ അവർ വാങ്ങുന്നുണ്ട്. 3 ലക്ഷം മുതൽ 8 ലക്ഷം രൂപ വരെ അവർ വാങ്ങുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുന്ന പ്രോഗ്രാമുകൾക്ക് അടുത്ത വർഷം ഇവരുടെ പ്രോഗ്രാം നടത്തിയ ക്ഷേത്രത്തിന് വീണ്ടും പരിപാടി നടത്താൻ പറ്റത്തില്ല. അത്രയും വലിയ തുക ഇനി കണ്ടെത്താൻ പറ്റില്ല. ഒരു തവണയേ പറ്റുള്ളൂ. അപ്പോൾ അടുത്ത സീസണിൽ ഇവർക്ക് എന്ത് കിട്ടും? പ്രോഗ്രാം ഇല്ലാതെ വരും. അപ്പോൾ എന്ത് ചെയ്യണം? പുതിയ വേദികൾ കിട്ടണം. പുതിയ വേദികളുള്ളത് മതേതരത്തിൻ്റെ വേദികൾ. അപ്പോൾ കണ്ണൂരിലുള്ള ഒരുപാട് ക്ഷേത്രങ്ങൾ CPM ഭരിക്കുന്നതാണ്. ഞങ്ങൾ സംഘികളല്ല, ഞങ്ങൾ മതേതരരാണ്, ഞങ്ങൾ ക്രിസ്തീയ ഭക്തിഗാനവും പാടും എന്നുള്ള ഒരു മെസ്സേജ് കൊടുത്താൽ ഇതുവരെ അവർക്ക് പ്രവേശനം കിട്ടാത്ത ഒരുപാട് ക്ഷേത്രങ്ങളിൽ അടുത്ത സീസണിൽ പരിപാടി കിട്ടും. ഇനി മാത്രമല്ല, ഞങ്ങൾ ക്രിസ്തീയ ഭക്തിഗാനങ്ങളും പാടും എന്ന് പറഞ്ഞാൽ നന്ദഗോവിന്ദം ഭജൻസിനെ പള്ളിപ്പെരുന്നാളിന് വിളിക്കും. അപ്പം ഈ ട്രൂപ്പ് നിലനിർത്തണ്ടേ? അതിന് മുന്നോട്ട് പോകണ്ടേ? ഇത്രയും ആളുകളുടെ ഉപജീവനം, പലർക്കും വേറെ ജോലിയൊക്കെ ഉണ്ട്, എന്നാൽ പോലും ഉപജീവനമാണ്. വലിയ തോതിൽ അവർക്ക് പണം കിട്ടുന്നുണ്ട്. നിരന്തരം പ്രോഗ്രാമാണല്ലോ, ഒറ്റ ദിവസം ഒഴിവില്ലായിരുന്നു ഈ സീസണിൽ. അത്രയും പണം കിട്ടിയ ഒരു കാര്യം വേണ്ടെന്ന് വെക്കാൻ പറ്റുമോ? പുതിയ മേച്ചിൽപ്പുറങ്ങൾ ഇവർ ഭജൻ കണക്ട്സ് എന്ന് പറഞ്ഞ പരിപാടി നടത്താറുണ്ടായിരുന്നു. അതായത് ക്ഷണിക്കപ്പെടുന്ന സദസ്സിന് വേണ്ടി ഇവർ നേരിട്ട് നടത്തുകയാണ്. വലിയ തുകയുടെ ടിക്കറ്റാണ്, സാധാരണക്കാരൊന്നും താങ്ങാൻ പറ്റില്ല. ആയിരക്കണക്കിന് രൂപയുടെ ടിക്കറ്റ് വെച്ച് 10-250 പേരുള്ള വേദിയിൽ പാടുന്നു. നല്ലത്, പ്രോഗ്രാംസ് നടക്കട്ടെ. അതൊക്കെ അവർ അതിമനോഹരമായി പാടുന്ന ചെറുപ്പക്കാരാണ്. അവരുടെ പാട്ടിനെ കുറിച്ചൊക്കെ ആക്ഷേപം പറയുന്നവരുണ്ടെങ്കിലും എനിക്കത് ആസ്വദിക്കാൻ ഇഷ്ടമാണ്. ഞാൻ അവരുടെ പ്രോഗ്രാം ഉള്ളിടത്ത് എൻ്റെ അടുത്ത് വന്നാൽ ഞാൻ ഉറപ്പായി ഇനിയും പോയി കാണും. എനിക്ക് ഗാനം പാടുന്നവരെ ഇഷ്ടമാണ്, പാട്ട് ഇഷ്ടമാണ്, അവർ മനോഹരമായി പാടുന്നുണ്ട്. അപ്പോൾ അവരുടെ രീതികളെ നിങ്ങൾക്ക് വിമർശിക്കാം. പക്ഷേ വിമർശനത്തിനുള്ള ഇട അവരാണ് കൊടുത്തത്. അവർ ഈ നന്ദഗോവിന്ദം ഭജൻസ് എന്നുള്ളത് മാറ്റിയിട്ട് നന്ദഗോപുരം വോയിസ് എന്നോ നന്ദഗോവിന്ദം ഓർക്കസ്ട്രയോ എന്ന് പറഞ്ഞാൽ പിന്നെ പരാതിക്ക് അവസരമില്ല. അപ്പോൾ ഇതിനകത്ത് നമ്മൾ നോക്കേണ്ട ഒരു കാര്യം, ഈ സംഗീതം സാർവജനീനമാണ്, എല്ലാവർക്കും ഉണ്ട്, അതിന് ജാതിയില്ല, മതമില്ല എന്നൊക്കെ പറയും. ശരിയാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ മറ്റ് ക്ഷേത്രങ്ങളിൽ നടക്കുന്ന പോലെയുള്ള ഉദാരമായിട്ടുള്ള കാര്യങ്ങൾ മറ്റ് ആരാധനാലയങ്ങളിൽ കിട്ടുമോ? കിട്ടത്തില്ലല്ലോ. മുസ്ലിം പള്ളിയിലും ക്രിസ്ത്യൻ പള്ളിയിൽ നന്ദഗോവിന്ദം ഭജൻസിൻ്റെ ഭജന വെച്ചിട്ട് വേണമെങ്കിൽ പരദേവനഹോ എന്നുള്ള ഒരു ഭജന പാടിയിട്ട് ബാക്കി മുഴുവൻ ഹിന്ദു പാട്ട് പാടാൻ, മുഴുവൻ ഹിന്ദു കീർത്തനങ്ങൾ പാടാൻ പള്ളി കമ്മിറ്റി സമ്മതിക്കുമോ? ഇല്ലല്ലോ. വിശ്വാസിയുടെ കാശ് കൊടുത്താണ് ഈ പരിപാടി നടത്തുന്നത്. ഭജന എന്ന് കരുതിയാണ് വരുന്നത്. ഭജനയുടെ ചിട്ടവട്ടങ്ങൾ പാലിച്ച് ഈ പറഞ്ഞ പോലെ ഗണപതിക്ക് വെച്ച് മംഗളം പാടി അവസാനിപ്പിക്കുന്ന ഭജനയാണെങ്കിൽ ഈ പാട്ട് പാടിയത് തെറ്റാണ്. അതല്ല, ഞങ്ങൾ ഗാനമേള ട്രൂപ്പാണ് എന്ന് പറഞ്ഞാൽ അവിടെ തീരും പ്രശ്നം. അതുകൊണ്ട് ഇത് അനാവശ്യമായ ഒരു വിവാദമാണ്. ഒരു പ്രൊഫഷണൽ ട്രൂപ്പാണ്. അവർക്ക് പുതിയ മേച്ചിൽപ്പുറങ്ങൾ കണ്ടെത്തണം, പുതിയ അവസരങ്ങൾ വേണം. പിന്നെ മതേതരരാണെന്ന് തെളിയിക്കുക എന്നുള്ള കേരളത്തിലെ അനിവാര്യതയാണല്ലോ. ഇപ്പോൾ ഒരുപാട് പേര് ചോദിക്കുന്നില്ലേ, അല്ല ഈ കൃഷ്ണൻ മാംസം കഴിച്ചാൽ എന്താ കുഴപ്പം എന്ന് ചോദിക്കുന്നുണ്ട്. ആ മാപ്പ് പറഞ്ഞില്ലേ? നൂപുർ ശർമ്മ മാപ്പ് പറഞ്ഞല്ലോ, ഇല്ലേ? ജോസഫ് മാഷിൻ്റെ കൈവെട്ടി. അദ്ദേഹം പ്രശസ്തനായ ഒരു എഴുത്തുകാരൻ്റെ ഒരു കോട്ടിഞ്ഞെടുത്ത് വെച്ചതാണ്. കോടതി വരെ പറഞ്ഞു ആ പറഞ്ഞതിന് തെറ്റില്ല, ഒരു പുസ്തകത്തിലെ ഉദ്ധരണിയാണെന്ന്. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ കൈവെട്ടിക്കളഞ്ഞു. ഇന്നും അദ്ദേഹം ചെയ്തത് ഗുരുതരമായ തെറ്റാണ് എന്ന് പറയുകയാണ്. അപ്പം ഞാൻ പറയട്ടെ, ഒരു പേരുള്ള ആ പേരുകാരായ ഒരുപാട് ആളുകൾ ജയിലിൽ കഴിയുന്നവരല്ലേ, പല കേസുകളിൽ പ്രതിയാവുന്നില്ല. അപ്പോഴൊന്നും ഈ പേര് പറയാൻ പാടില്ലേ? അപ്പം ഇതിനകത്ത് അങ്ങനെ വരുമ്പോൾ മാപ്പ്, ഇത് ഹിന്ദുവിൻ്റെ ഒരു വിഷയം വരുമ്പോൾ, ഹിന്ദുവിനെ ആക്ഷേപിക്കുന്ന ഒരു വിഷയം വന്നാൽ മാപ്പ് പറഞ്ഞാൽ അവിടെ തീരണം. ഞങ്ങളുടെ മതത്തെ ആക്ഷേപിക്കുന്ന വിഷയമാണെങ്കിൽ മാപ്പ് പറഞ്ഞാലും തീരില്ല, തലയെടുത്തേ തീർക്കുള്ളൂ എന്ന് പറയുന്നു. കഴിഞ്ഞ ദിവസം ഒരു ചാനൽ ചർച്ചയിൽ ആരിഫ് ഹുസൈൻ പറഞ്ഞ പോലെ ഇസ്ലാമിനെ ആക്ഷേപിച്ചാൽ കുരുപൊട്ടാൻ ഇസ്ലാം മത വിശ്വാസികൾക്ക്, മുസ്ലിമുകൾക്ക് അവകാശമുണ്ടെങ്കിൽ അതുപോലെ കുരുപൊട്ടാൻ അവകാശം ഹിന്ദുക്കൾക്കുണ്ട്. അല്ലെങ്കിൽ രണ്ടുപേർക്കും പൊട്ടരുത്. ഹിന്ദു ക്ഷമിക്കണം, മറ്റുള്ളവർ ക്ഷമിക്കില്ല എന്ന് പറയുന്നിടത്താണ് പ്രശ്നം. അപ്പോൾ ഇതുകൊണ്ട് നന്ദഗോവിന്ദം ഭജൻസ് ചെയ്തത്, ഈ ഭജന എന്ന പേരിൽ ഇത് ചെയ്തത് തെറ്റാണ്. പക്ഷേ അവർക്ക് ഏതു പാട്ട് പാടാനും അവസരമുണ്ട്. അതാണ് എൻ്റെ യുക്തി, അതാണ് എൻ്റെ ശരി. അവർ അത് ചെയ്യട്ടെ. പക്ഷേ ഭജന നടത്താൻ വേണ്ടി നന്ദഗോവിന്ദം ഭജൻസിനെ ഇനി ക്ഷേത്രത്തിൽ വിളിക്കണോ എന്ന് തീരുമാനിക്കേണ്ട സംഘാടകരാണ്. ഞങ്ങൾ ഭജന എന്ന പേരിൽ ഇങ്ങനെ പോയിട്ട് ഹിന്ദുക്കളുടെ അല്ലെങ്കിൽ സംഘികളുടെ തെറി കേൾക്കണോ എന്ന് നന്ദഗോവിന്ദം ഭജൻസ് ആലോചിക്കണം. നിങ്ങളുടെ പാട്ട് കേൾക്കാൻ ഇഷ്ടമാണ്, നിങ്ങളെ ഇഷ്ടമാണ്, ഒരുപാട് പേരുണ്ട് കേരളത്തിൽ. ആയിരക്കണക്കിന്, 10,000-കണക്കിന് ആളുകളുടെ ആരാധന പത്രമാണ് നന്ദഗോവിന്ദം ഭജൻസ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇത്തരം ആക്ഷേപങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി ഭാവിയിൽ നിങ്ങൾ നന്ദഗോവിന്ദം ഓർക്കസ്ട്ര അല്ലെങ്കിൽ നന്ദഗോവിന്ദം വോയിസ് അല്ലെങ്കിൽ നന്ദഗോവിന്ദം ബാൻഡ്
എന്ന തരത്തിൽ പാടിയാൽ നിങ്ങൾക്ക് ക്ഷേത്രങ്ങളിലും പരിപാടി കിട്ടും, പള്ളികളിലും കിട്ടും, CPM സംസ്ഥാന സമ്മേളനത്തിനും കിട്ടും. നിങ്ങൾക്ക് പുഷ്പനെ അറിയാമെന്നും പാടാം, എന്നും പാടാം. അതായിരിക്കും നല്ലത്. അപ്പോൾ നന്ദഗോവിന്ദം ഭജൻസിൻ്റെ പേരിൽ ഇങ്ങനെ കലഹിക്കുന്ന ആളുകൾ, പ്രതിഷേധിക്കുന്ന ആളുകൾ കാര്യമറിയാതെ പ്രതിഷേധിക്കുകയാണ് എന്ന് പറയുന്ന കൂട്ടത്തിൽ ഞാൻ ഒരു കാര്യം കൂടെ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. എനിക്ക് ആ ശശികല ടീച്ചറുടെ പോസ്റ്റ് കാണാത്ത ആളുകൾക്ക് വേണ്ടി ഞാനൊന്ന് വായിക്കാം. കാരണം ഈ മംഗളം പാടുന്നതിൻ്റെ ഭാഗമായിട്ട് ഞാൻ ശശികല ടീച്ചറിൻ്റെ പോസ്റ്റ് ഒന്ന് വായിക്കാം. പ്രജിത കണ്ടാണോ? കാണാത്ത പ്രേക്ഷകരുണ്ടായിരിക്കും. ഇതുവരെ ഇപ്പോൾ മനോരമയുടെ ആ കാർഡ് കൊടുത്തിട്ട് ക്ഷേത്രത്തിൽ ക്രിസ്തീയ ഭക്തിഗാനം ആലപിച്ച് നന്ദഗോവിന്ദം ഭജൻസ് അഭിനന്ദന പ്രവാഹം എന്ന കാർഡ് കണ്ടിട്ട്, മനോരമയുടെ കാർഡ് കണ്ടിട്ട് ടീച്ചർ പ്രതികരിക്കുന്നത് ഇങ്ങനെയാണ്. ടീച്ചറുടെ ആദ്യത്തെ ചോദ്യം ഇതാണ്: ഇതുവരെ അവരെ ആരും അഭിനന്ദിച്ചിരുന്നില്ലേ? 10,000 മണിക്കൂറുകൾ അവരെ കാത്തിരുന്നത് നിന്ദിക്കാനായിരുന്നു. ചെറിയ പ്രവാഹം അരുവിയാണ്, തോടാണ്, പുഴയാണ്. അവയൊക്കെ ഭൂമിയുടെയും ജീവജാലങ്ങളുടെയും ദാഹം മാറ്റാനും മനസ്സും ശരീരവും കുളിപ്പിക്കാനും ഒക്കെ നല്ലതാണ്. പക്ഷേ പ്രവാഹത്തിന് ശക്തി കൂടിയാൽ അത് പലതിനെയും ഒഴുക്കിക്കളയും. ചൂരൽ മലയിലൊക്കെ പ്രവാഹം ശക്തി കൂടിയതിൻ്റെ അനുഭവം എന്താണെന്ന് നമുക്കറിയാമല്ലോ. ഇരിക്കുന്ന കൊമ്പ് എത്ര ബലമുള്ളതാണെങ്കിലും സ്വയം മുറിച്ചാൽ അത് മുറിയാതിരിക്കില്ല. എനിഹൗ, ആശംസകൾ. ചിക്കൻ മസാല നല്ലതാണ്, പക്ഷേ പായസത്തിലിടരുത്. ഒരു വീട്ടമ്മയുടെ ഉപദേശമാണ്. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്രിയപ്പെട്ട പ്രേക്ഷകർ ദയവായി അത് ചെയ്യണം എന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. നമുക്ക് മറ്റ് 2 ചാനൽ കൂടിയുണ്ട്. പുണ്യം ബൈ ഇന്ത്യ ലൈവ് എന്നുള്ള നമ്മുടെ ഒരു ആധ്യാത്മിക ചാനലുണ്ട്. അതിൽ വളരെ രസകരമായ ഒരുപാട് അറിവ് നൽകുന്ന ഒരുപാട് വീഡിയോസ് വരുന്നുണ്ട്. വിദ്യാസാഗർ ഗുരുമൂർത്തി അടക്കമുള്ള ആളുകളുടെ വീഡിയോസ് ഈ ദിവസങ്ങളിലായിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതോടൊപ്പം തന്നെ നമ്മുടെ ഒരു 2ാമത്തെ ചാനൽ C4N മലയാളം, C4N മലയാളം എന്നൊരു ചാനൽ കൂടി നമുക്കുണ്ട്. നമ്മളത് ആരംഭിച്ചിട്ടേ ഉള്ളൂ. വൈവിധ്യപൂർണ്ണമായ മറ്റു മാധ്യമങ്ങൾ പറയാത്ത വാർത്തകളൊക്കെ സംപ്രേഷണം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചാനലാണ്. അതും കൂടി സബ്സ്ക്രൈബ് ചെയ്യണം. ഇന്ത്യ ലൈവ് ഇതുവരെ ചെയ്യാത്ത ആളുകൾ ഇപ്പോൾ തന്നെ ദയവായി ചെയ്യണമെന്ന് ഞാനും പ്രജിതയും കൂടി നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു.